എല്ലാവർക്കും നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഓണമെല്ലാം കഴിഞ്ഞു. തിരുവോണം 5-ാം തീയതി കഴിഞ്ഞു. പിന്നെ തിരുവോണവിട്ടം ചതയും ഒക്കെ കഴിഞ്ഞു. എല്ലാവരും വീണ്ടും പുതിയ ജീവിതത്തിലേക്ക് കടത്തിരിക്കുകയാണ്. ഓരോ ആഘോഷവും ഇങ്ങനെയാണ്, നമുക്ക് സന്തോഷം നൽകും. ടൂർ പോയവരുണ്ട്, പായസം കഴിച്ചവരുണ്ട്, വീട്ടിൽ ആഘോഷിച്ചവരുണ്ട്, പുറത്ത് പോയി ആഘോഷിച്ചവരുണ്ട്. എല്ലാം കഴിഞ്ഞു. നമ്മൾ വീണ്ടും സജീവമാവുകയാണ്. ഈ സജീവതയിൽ ഓണത്തിന് ഒരു 2 മാസം മുമ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞു പോയ ഓണത്തിന് ഒരു 1.5 മാസം മുമ്പ്, ഏകദേശം 1 മാസം മുമ്പ് ആണ് നമ്മൾ അങ്കണവാടി ഫ്രീഡം ഫോറത്തെക്കുറിച്ച് ചിന്തിക്കുകയും അത് ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളാക്കുകയും ഒക്കെ ചെയ്തത്. ഇന്നിപ്പോൾ കേരളത്തിൽ വളരെ സജീവമായിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മയായി അങ്കണവാടി ഫ്രീഡം ഫോറം മാറിയിട്ടുണ്ട്. ഇനി നമ്മുടെ മുന്നിലുള്ള മാസങ്ങൾ, അതായത് ഇന്ന് മുതൽ, ഇതിപ്പോൾ സെപ്റ്റംബറാണ്, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങൾ അതിനിർണായകമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം, അങ്കണവാടി ഫ്രീഡം ഫോറക്കാരെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് കൃത്യമായ ചില വിഷയങ്ങൾ സമൂഹത്തിൻ്റെ മുന്നിൽ വെക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ 66,000 വരുന്ന അങ്കണവാടികൾ, അതിൽ 43,000 പേരാണ് സ്ഥിരമായിട്ടുള്ളത്. അപ്പോൾ ഒരു 22,000 അങ്കണവാടികളിൽ മാത്രമേ സ്ഥിരം ആളുകളുള്ളൂ. ബാക്കിയെല്ലാം താൽക്കാലിക ജീവനക്കാരാണ്. പിന്നെ അത് കഴിഞ്ഞ് പെൻഷൻ പറ്റിയവരുണ്ട്. ഇവർ കൊണ്ട് മാത്രം ഈ വിഷയങ്ങൾ നേടാനാവില്ല. അതുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ വലിയ സഹായം, പിന്തുണ നമുക്ക് ആവശ്യമുണ്ട്. 20 എംപിമാരുടെയും പിന്തുണ ആവശ്യമുണ്ട്. 140 MLA-മാരുടെ പിന്തുണ ആവശ്യമുണ്ട്. 23,000-ലധികം വരുന്ന പഞ്ചായത്ത് മെമ്പർമാരുടെ പിന്തുണ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ പിന്തുണ ആവശ്യമുണ്ട്. കോർപ്പറേഷൻ്റെ എല്ലാവരുടെയും ഉദ്യോഗസ്ഥന്മാരുടെ പിന്തുണ ആവശ്യമുണ്ട്. സമസ്ത സോഷ്യൽ ആക്ടിവിസ്റ്റുകളുടെ പിന്തുണ ആവശ്യമുണ്ട്. സമസ്ത ജനവിഭാഗങ്ങളുടെ പിന്തുണ ആർജിക്കുവാൻ നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്, അങ്കണവാടി വർക്കർമാർക്ക് കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ഹെൽപ്പർമാർക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. അത് കോമണായ പ്രശ്നങ്ങളുണ്ട്. ശമ്പളം എല്ലാവർക്കും തുല്യമല്ല, കൂട്ടുന്നില്ല. അതുപോലെ തന്നെ ഇൻസെൻറ്റീവ് കിട്ടുന്നില്ല, ശമ്പളം കിട്ടുന്ന തീയതി, ഇങ്ങനെ കോമണായ കുറേ പ്രശ്നങ്ങളുണ്ട്. വ്യത്യസ്തമായ പ്രശ്നങ്ങളുമുണ്ട്. വ്യത്യസ്തമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഹെൽപ്പർ പ്രൊമോഷൻ കിട്ടി വർക്കറാവേണ്ട വിഷയങ്ങൾ, അതിൻ്റെ പെർസെൻറ്റേജ്, അങ്ങനെ കുറേ വിഷയങ്ങൾ. പിന്നെ ചികിത്സാ സഹായം കിട്ടുന്നതുമായി ബന്ധപ്പെടുത്തി അങ്ങനെ കുറേ സേവന വേതന വ്യവസ്ഥകളുടെ അങ്കണവാടി വർക്കർമാർ, ഹെൽപ്പർമാരുടെ വിഷയമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പെൻഷൻ പറ്റിയവരുടെ വിഷയം. ഇന്നത്തെ വർക്കർ, ഹെൽപ്പർ നാളെ പെൻഷൻ പറ്റും, അല്ലെങ്കിൽ മറ്റന്നാൾ പെൻഷൻ പറ്റും. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. വർക്ക് ചെയ്യുന്നവർ, പെൻഷൻകാർക്ക് കിട്ടുന്ന പണം 2023 വരെ പെൻഷൻ പറ്റിയവർക്ക് അംശാദായം അവർ അടയ്ക്കുന്ന 50% തുകയും ചേർത്ത്, 500 രൂപയാണ് അവർ അടയ്ക്കുന്ന. 250, 500, 250, വർക്കർ 500, മറ്റേ ആൾ ഹെൽപ്പർ 250. അതിനോടൊപ്പം 20% തുക എന്ന് പറഞ്ഞാൽ 500-ൻ്റെ 20% എന്ന് പറഞ്ഞാൽ 10, 50, 200 രൂപ. മറ്റവർക്ക് എത്ര വരും? 100 രൂപ വരും അല്ലേ? 20% എന്ന് പറയുമ്പോൾ 10% 50 രൂപ, 100 രൂപ. അപ്പോൾ 600 രൂപയാണ് പെൻഷൻ അംശാദായമായി ഓരോ മാസവും പെൻഷൻ ഫണ്ടിൽ വരേണ്ടത്. മറ്റവർക്ക് 250, 75, 325 രൂപ വരും. ഈ വരുന്ന പണം മറ്റവർക്ക് എത്ര വരും? 250-ൻ്റെ ആകുമ്പോൾ 250, 300 രൂപ വരും. അപ്പം 600, 300 രൂപയാണ് വരുന്നത്. 325 300 രൂപയാണ് വരേണ്ടത്. ഇതും പെൻഷൻ പറ്റുമ്പോൾ ഒരു 15,000 രൂപ എസ്ഗ്രേഷ്യ എന്നുള്ള നിലയിൽ, ഒരു ടോക്കൺ മണി എന്നുള്ള നിലയിൽ 15,000 രൂപ അങ്കണവാടി വർക്കർക്കും ഒരു 10,000 രൂപ ഹെൽപ്പർക്കും കൊടുക്കുന്നതാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഗ്രാറ്റുവിറ്റി ഇല്ല, കൊടുക്കുന്നില്ല. ലീവ് സറണ്ടർ ഇല്ല. ലീവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഗ്രാറ്റുവിറ്റി കൊടുക്കാൻ രാജ്യത്ത് തീരുമാനം പല സ്റ്റേറ്റിലുമായി. ഗുജറാത്തിൽ 24,800 രൂപ, 21,000 രൂപ ഹെൽപ്പർമാർക്ക്. അങ്ങനെ വലിയ ശമ്പളമാണ്. അതൊന്നും കേരളത്തിൽ കിട്ടുന്നില്ല. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാനിഫെസ്റ്റോയിൽ എല്ലാവർക്കും 21,000 രൂപ, 700 രൂപ, അതായത് ആകമാനം അംഗീകരിച്ചിട്ടുള്ള തൊഴിൽ ശമ്പളമായ, ദിവസക്കൂലി ശമ്പളമായ 700 രൂപ കണക്കാക്കി 21,000 രൂപ കൊടുക്കുമെന്നൊക്കെ മാനിഫെസ്റ്റോയിലൊക്കെ പ്രകടനപത്രത്തിൽ പറഞ്ഞെങ്കിലും ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ഗൗരവമായ ചില പ്രോജക്റ്റുകളുമായി രംഗത്തിറങ്ങുകയാണ്. ഇതിന് എല്ലാ അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും പെൻഷൻ പറ്റിയുടെയും പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നു. ഇതിൽ രാഷ്ട്രീയമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകളല്ല ഇത് നയിക്കുന്നത്. എന്നാൽ എല്ലാ പാർട്ടിയിലും വിശ്വസിക്കുന്നവരുണ്ട്, യൂണിയൻ്റെ നേതാക്കളുണ്ട്, യൂണിയനിൽ വിട്ടുവന്നവരുണ്ട്, മതിയാക്കിയവരുണ്ട്, ഇപ്പോൾ പ്രവർത്തിക്കുന്നവരുണ്ട്, വിവിധ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അവർക്ക് എല്ലാം ഒരു സാംസ്കാരിക കൂട്ടായ്മയാണ്. ഇതൊരു കൾച്ചറൽ ഫോറമാണ്, ഒരു സൊസൈറ്റി മോഡലിൽ പോകുന്നതാണ്. ഇത് കേവലം അങ്കണവാടി വർക്കർമാരുടെ സേവന വേതന വ്യവസ്ഥകൾ മാത്രം എടുക്കുന്ന ഒരു സംഘടനയല്ല. സമഗ്രമായ അങ്കണവാടി വികസനത്തിനും അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കും
അതുപോലെ തന്നെ അവരുടെ സേവന വേതന വ്യവസ്ഥകൾക്കും എല്ലാം ചേരുന്ന വളരെ കൃത്യമായ ഒരു സാംസ്കാരിക സംഘടനയായിട്ടാണ് രൂപം ചെയ്തിട്ടുള്ളത്. അങ്കണവാടി വനിതകളുടെ സാംസ്കാരിക അങ്കണവാടി കേരളത്തിലെ അങ്കണവാടികളുടെ സാംസ്കാരിക പെണ്ണിടം എന്നാണ് ഇതിൻ്റെ ഒരു ചുരുക്കം വാക്കുകളിൽ പറഞ്ഞാൽ അങ്കണവാടി ഫ്രീഡം ഫോറം. അത് ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകും. ഇതിൻ്റെ ചെയർമാനായും ചീഫ് മെൻറ്ററായും ഞാൻ ആണ് തുടക്കത്തിലുണ്ടാവുക. ബാക്കി നമുക്കിതിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് തീരുമാനിക്കാം. എല്ലാം നയിക്കുന്നത് സ്ത്രീകൾ തന്നെ. സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളാൽ നയിക്കപ്പെടുന്ന സ്ത്രീകളുടെ സംഘടന അങ്കണവാടി ഫ്രീഡം ഫോറം, കേരള അങ്കണവാടികളുടെ സാംസ്കാരിക പെണ്ണിടം. എല്ലാവർക്കും ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം.